അമ്മ ശ്രീയും ഞാനും തമ്മിൽ ഓക്കെ ആവും തോന്നണില്ല. നമുക്ക് ഈ കല്യാണം വേണ്ട. എടീ, നീ പിന്നെയും തുടങ്ങല്ലേ? രണ്ടുപേരും സംസാരിച്ച് ഓക്കെ എന്ന് പറഞ്ഞിട്ടല്ലേ എൻഗേജ്മെന്റ് വരെ നടത്തിയത്. കല്യാണം കഴിഞ്ഞാൽ എല്ലാം സെറ്റായിക്കോളും. അമ്മയ്ക്ക് നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവൂലേ? അമ്മയല്ലല്ലോ ഞാനും ശ്രീയല്ലേ ഡെയിലി സംസാരിക്കണേ. അപ്പൊ എനിക്കറിയൂടെ സെറ്റ് ആവൂ ഇല്ലേ എന്നുള്ളത്. എടി, അവൻ നല്ല പയ്യനാണ്, നമുക്ക് പണ്ടേ അറിയാന്നുള്ളതല്ലേ. നീ കൂടുതലൊന്നും ആലോചിക്കാതെ പോയി ഡ്രസ്സ് ചെയ്യാൻ നോക്ക്. മാമനെ അവിടെ കല്യാണ വർഗ്ഗങ്ങളൊക്കെ എവിടെ വരെ? അവൻ വന്നെന്ന് തോന്നുന്നു, നീ അങ്ങോട്ട് പോ. ഇല്ല, ഇപ്പൊ വന്നേ. അച്ഛന്റെ കൂട്ടുകാരൊന്ന് കല്യാണം വിളിക്കാറുണ്ട്. പോയിട്ട് ശരി, അപ്പൊ ഞങ്ങൾ ഇറങ്ങി. ഓ ശരി. ഇതെന്താ ഗിഫ്റ്റൊക്കെ? ഗിഫ്റ്റ് തരാൻ പ്രത്യേകിച്ച് കാരണമല്ലേ വേണം. അല്ല, എന്താ റെഡിയാവാൻ നിൽക്കണേ? നമുക്ക് പോകണ്ടേ? പിന്നെ ഞാൻ കഴിഞ്ഞ തവണ എടുത്തുന്ന ഡ്രസ്സ് ഇട്ടാൽ മതി. അല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ വേറെ ഒരെണ്ണം സെലക്ട് ചെയ്ത് തരാം. ഏയ്, ഈ ഡ്രസ്സ് വേണ്ട, ഞാൻ എടുത്തുതരാം. ആ, ഇത് ഞാൻ മാറിക്കോളാം. നമ്മ അറിയിക്കൂ. ശ്രീ പുറത്ത് വെയിറ്റ് ചെയ്യും, ഞാൻ ചേഞ്ച് ചെയ്തിട്ട് വരാം. ഇനി 1.5 മാസം കല്യാണത്തിന് വെച്ചിട്ട് ചുമ്മാ സീനാക്കില്ലേ? ഞാൻ കംഫർട്ടബിൾ അല്ലാത്തോണ്ടാ ശ്രീ, പ്ലീസ്. ഇങ്ങനൊക്കെയല്ലേ കംഫർട്ടബിൾ ആകേണ്ടേ? ശ്രീ മര്യാദയ്ക്ക് റൂമിൽ നിന്ന് പുറത്തു പോ. മോൻ പോകാറിങ്ങിയാ? ആ, അല്ല, എനിക്ക് പോയിട്ട് കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു, അത് പിന്നെ പോകാന്ന് വെച്ചു. രേവതി, നീ ഇറങ്ങി വാ. ശ്രീ എന്ത് ദേഷ്യത്തിൽ പോയേ? നീ വല്ലതും പറഞ്ഞ? ഞാൻ ഒന്നും പറഞ്ഞൊന്നുമില്ല. എടി, നീ ഈ കല്യാണം മുടക്കൂ? വെറുതെ മനുഷ്യനെ തീറ്റിട്ടിക്കല്ലേ? അമ്മ വെറുതെ കാര്യം അറിയാതെ പറയല്ലേ. നീ കൂടുതലൊന്നും പറയണ്ട, നിന്നെ പറ്റി എനിക്കറിയാം. നീ അവനെ വിളിച്ച് സാരി പറ. ശ്രീ, ഇന്നലത്തെ ഇൻസിഡന്റ് ഞാൻ അറിയാതെ റിയാക്ട് ചെയ്ത്. സോറി. ഇവിടുത്തെ ക്യാപ്പച്ചിനോ ബെസ്റ്റാണ്, പറയട്ടെ? അയ്യോ, എനിക്ക് കോഫി ഇഷ്ടമല്ല. അത് കുടിച്ച് നോക്കിയാലല്ലേ മനസ്സിലാവുള്ളൂ. ട്രൈ ചെയ്ത് നോക്ക്. ഇല്ല വേണ്ട, ഞാൻ വേറെ എന്തെങ്കിലും ഓർഡർ ചെയ്യാം. നമ്മളൊരു സ്ഥലത്ത് പുതിയതായിട്ട് വരുമ്പോൾ അവിടുത്തെ സ്പെഷ്യൽ അല്ലേ കഴിക്കണ്ടേ? 2 ക്യാപ്പച്ചിനോ. ഞാൻ രേവനോട് മുന്നേ ചോദിക്കണമെന്ന് വിചാരിച്ചേ, അച്ഛൻ്റെ ബിസിനസ്സിലൊക്കെ ഇൻവോൾവ് ആയിക്കൂടായിരുന്നു? അതാകുമ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ബിസിനസ് ഹാൻഡിൽ ചെയ്യാമല്ലോ. എനിക്ക് ബിസിനസ്സൊന്നും അങ്ങനെ താല്പര്യമില്ല. എനിക്ക് സ്വന്തമായിട്ട് ഡാൻസ് അക്കാഡമി സ്റ്റാർട്ട് ചെയ്യണമെന്ന്. ഡാൻസ്, ഇതാണ് തന്നെ പോലെയുള്ള പെൺകുട്ടികളുടെ പ്രധാന പ്രശ്നം. ഒരു ബിസിനസ് ഹാൻഡിൽ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കമ്പനിയിലോ ജോയിൻ ചെയ്യാനുള്ള കഴിവില്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും ഒരു പാഷൻ്റെ പേര് പറഞ്ഞ് ജീവിതം അങ്ങ് തോലയ്ക്കുക. ഈ 500-1000 ഒക്കെ വെച്ച് പിള്ളേരെ നിന്ന് പിരിച്ചിട്ട് എന്ത് കിട്ടാനാണ്? ഇതിനു വേണ്ടിയിട്ടാണ് MBA വരെ പഠിച്ചത്. എനിക്ക് താല്പര്യം ഉണ്ടായിട്ട് പഠിച്ചതൊന്നും അല്ല. എൻ്റെ അച്ഛനും ഇതേ ആറ്റിറ്റ്യൂഡാണ്. അത് അച്ഛന് ബുദ്ധികളുണ്ട്. രേവതി കുറച്ചൊരു പ്രാക്ടിക്കലാവണം.
ഇപ്പോൾ ഞാൻ തന്നെ എൻ്റെ ബിസിനസ് ഇൻ്റർനാഷണലി ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. മിക്കവാറും ഒരു 2 വർഷത്തിനകത്ത് നമുക്ക് ദുബായിലോട്ട് റീലൊക്കേറ്റ് ചെയ്യേണ്ടി വരും. ദുബായിലോട്ടോ? എനിക്ക് പുറത്തോട്ടൊന്നും സെറ്റിൽ ചെയ്യാൻ താല്പര്യമില്ല. രേവതി എന്തായാലും ഈ കോഫി കുടിക്കേ. ഇതൊക്കെ കല്യാണം കഴിഞ്ഞിട്ടുള്ള കാര്യമല്ലേ, നമുക്കപ്പം നോക്കാം. എന്നിട്ട് അയാളെന്താ പറഞ്ഞേ? ഓ അതെ, അയാളടുത്ത് പെൻഡിങ് എമൗണ്ട് സെറ്റിൽ ചെയ്യാൻ പറ. ചുമ്മാ കയറി. ആ എന്തായാലും ഞാൻ വിളിക്കാം. ആ ദേവു, നമ്മൾ ഫ്രണ്ട്സിന് പാർട്ടി കൊടുക്കുന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ? അത് പൂവാറ് നല്ലൊരു സ്പോട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് പാർട്ടി കഴിഞ്ഞ് അവിടെ തന്നെ ഒന്ന് സ്റ്റേ അടിക്കാം. അതിന് സ്റ്റേയുടെ കാര്യമൊന്നും പറഞ്ഞിരുന്നില്ലല്ലോ. അതെനിക്ക് പ്രോപ്പർട്ടി കണ്ടപ്പോൾ തോന്നിയ കാര്യമാണ്. നമുക്ക് പിറ്റേന്ന് ഒരു ബോട്ടിങ്ങിനൊക്കെ പോയി കുറച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യും. അല്ല, അതൊന്നും വേണ്ട, അച്ഛൻ സമ്മതിക്കത്തില്ല. അച്ഛൻ സമ്മതിക്കില്ല? അതങ്ങനെ വിളിച്ച് ചോദിച്ചാൽ പോരെ, ഞാൻ കൈയോടെ ചോദിക്കാം. വേണ്ട, അച്ഛനെ വിളിക്കണ്ട. അപ്പം അച്ഛൻ്റെ പ്രശ്നമല്ല, രേവുവിനാണ് പ്രശ്നം. രേവു ഏത് കാലത്താണ് ജീവിക്കണേ? കുറച്ചുകൂടി മെച്യൂറായിട്ട് ചിന്തിക്കും. ഇവിടെ എൻ്റെ ഫ്രണ്ട്സ് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മണാലി ഗോവ എന്നൊക്കെ പറഞ്ഞ് ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇവിടെ ഒരു നമ്മൾ ഒന്നിച്ചൊരു ട്രിപ്പ് പോയതുകൊണ്ടോ ഒരു നൈറ്റ് ഒന്നിച്ച് സ്റ്റേ ചെയ്തുകൊണ്ടോ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എനിവേ നെക്സ്റ്റ് മന്ത് വി ആർ ഗോയിങ് ടു ഗെറ്റ് മാരീഡ്. ശ്രീ പ്ലീസ് എന്നെ ഫോഴ്സ് ചെയ്യല്ലേ, എനിക്കൊന്നും ഇഷ്ടമല്ല. എടി നീ ചുമ്മാ ഷോ കാണിക്കല്ലേ. ഞാൻ നിന്റെ പുറകെ അലഞ്ഞിറക്കണമെന്നാണ് നിന്റെ വിചാരം? എടി നീ കെട്ടി എന്റെ വീട്ടിലോട്ട് എന്നല്ലേ വരാൻ പോണത്? സോറി. ഇടി കല്യാണത്തിന് 1 മാസം കൂടിയേ ഉള്ളൂ. എൻഗേജ്മെന്റും കഴിഞ്ഞ് നാട്ടുകാരെ മൊത്തം കല്യാണം വിളിച്ചിട്ട് ഇപ്പൊ വന്ന് കല്യാണം വേണ്ടെന്ന് പറഞ്ഞ? ഞാൻ ശ്രീയുടെ അച്ഛനും തമ്മിലേ 30 വർഷമായിട്ട് ഒരുമിച്ച് ബിസിനസ് ചെയ്യാണ്. എനിക്കറിയാം അവനെ പറ്റി. അച്ഛൻ ശ്രീ ബിസിനസിന്റെ കാര്യത്തിലൊക്കെ അച്ഛൻ ഓക്കെ ആയിരിക്കും, പക്ഷെ എനിക്ക് അവരോട് ജീവിക്കാനൊന്നും പറ്റൂല. ഇവിടെ അവൻ്റെ കൂടെ കറങ്ങാൻ വിട്ടതാണ് തെറ്റ്. അതുകൊണ്ട് എനിക്കിപ്പോൾ അവൻ്റെ സ്വഭാവം മനസ്സിലായത്. നിനക്ക് എന്ത് മനസ്സിലായെന്ന്? അവൻ ഇതുവരെ ഒരു മനുഷ്യനടുത്ത് മോശമായിട്ട് സംസാരിക്കുന്നത് പോലും ഞാൻ കേട്ടിട്ടില്ല. ഇതാ എൻഗേജ്മെന്റ് ആൽബം തരാനാണ് വിളിക്കുന്നത്. ഞാൻ ഇപ്പം എന്തോന്ന് പറയണം? ആൽബം വേണ്ടെന്നോ? എടി, ഞാൻ അളിയൻ്റെ അടുത്ത് സംസാരിച്ച് വെച്ചിട്ട് എനിക്ക് ഒരു പ്രശ്നവും തോന്നിയില്ല. നീ ചുമ്മാ എടുത്തിയാടി ഓരോ തീരുമാനം എടുക്കാതിരുന്നാൽ മതി. അല്ലെങ്കിൽ നിനക്കിതൊന്നും അറിയണ്ടല്ലോ. എത്ര നിസ്സാരമായിട്ടാണ് നീ കല്യാണം വേണ്ടെന്ന് പറഞ്ഞത്? എൻഗേജ്മെന്റും കല്യാണത്തിനും എല്ലാം കൂടി ഇപ്പൊ എത്ര ലക്ഷം ചെലവായെന്ന് വല്ല പിടിയുണ്ടോ? പച്ചനെന്റെ ജീവൻ തൊലഞ്ഞാലും പ്രശ്നമില്ലല്ലേ, കാശാണ് വലുത്. നിർത്തടി, നിനക്ക് കുറച്ചെങ്കിലും ബോധമുണ്ടാ? ഇപ്പൊ നീ ഈ കല്യാണം മുടക്കിയ ഈ ജന്മത്തിൽ നല്ല ആലോചന വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടാ? ഇല്ലെങ്കിൽ ഞങ്ങൾ നാട്ടുകാരുടെ എന്തോന്ന് പറയും. നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ കല്യാണം നിശ്ചയിച്ച സമയത്ത് നടക്കും. അതിന് ഒരു മാറ്റവും ഇല്ല. തലേദിവസത്തെ ഇത് കൊള്ളാം. എടി, ഇച്ചിരി ഉഷാറായിട്ട് നിൽക്കി. നമുക്ക് അവരുടെ പാർട്ടിക്കും ഇവിടെ നിന്ന് ഡ്രസ്സ് എടുക്കാം. ശ്രീയുടെ ഡ്രസ്സിൻ്റെ കളർ എന്തോന്നു എനിക്കറിഞ്ഞൂടാ. ഒന്ന് സ്മാർട്ട് ആവടാ. എന്താണിത്? ആ, ശ്രീ വന്നല്ലോ. സോറി, ഞങ്ങൾ ഒരു ക്ലൈൻറ്റ് മീറ്റിംഗ് കയറാൻ ലേറ്റായി പോയി. ഓ, ലേറ്റ് ഒന്നും ആയില്ല. അവൻ്റെ തലേദിവസത്തേക്ക് ഇതെങ്ങനെയുണ്ട്? ഓ, ഇത് കുറച്ച് ലൈറ്റ് കളറല്ല ആൻറ്റി. രേവുവിന് ഡാർക്ക് ആയിരിക്കും ചേർന്നത്. അവൾക്ക് ലൈറ്റാണ് ഇഷ്ടം. മോൻ്റെ പാർട്ടിക്ക് മോൻ്റെ ഡ്രസ്സിന് മാച്ചായിട്ട് എടുത്താൽ പോരെ? ഇല്ല ആൻറ്റി, രേവുവിന് ഡാർക്ക് കളർ മതി. എന്താ പിന്നെ പോകുന്നതിന് സെലക്ട് ചെയ്യും.
ഇത് കൊള്ളാം ഞങ്ങളെ. കൊള്ളാം, നന്നായിട്ടുണ്ട്. ആ നിങ്ങളെടുക്കും, ഞാൻ അവിടെ ഇരിക്കാം. ഇനി ഒരു കാര്യം ചെയ്യും, നിനക്ക് എന്താ വെച്ചാൽ അതും കൂടെ സെലക്ട് ചെയ്യും. എന്നാ പിന്നെ ഞാൻ അവളോട് ആയിരിക്കും. നിങ്ങൾ നോക്കട്ടെ. എന്താണ് രഘു ഇപ്പോഴും ദേഷ്യം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്? കഴിഞ്ഞ ദിവസത്തേക്ക് നിങ്ങൾ മറന്നുകൂടി? ശ്രീ, നമുക്കതിനെ കുറിച്ച് പിന്നെ സംസാരിക്കാം. എടി രഘു, ശ്യാമേ, എടി എത്ര കാലം എടി കണ്ടിട്ട്. പറയണ നിന്റെ ഒരു വിവരമില്ലല്ലോ. നീ എന്താ ഇവിടെ? എടി എൻ്റെ ഫ്രണ്ടല്ലേ അവിടെ വർക്ക് ചെയ്യുന്ന, അങ്ങനെ അവിടെ നിന്ന് കയറി വന്നപ്പോഴല്ലേ നീ ഇവിടെ ഇരിക്കുന്നുണ്ട്. ശ്രീധർ, ശ്യാം. രഘു, നമ്മുടെ കല്യാണം വിളിച്ചില്ലേ? ഇല്ല, ഇനി വേണം വിളിക്കാം. എടി നിന്റെ കല്യാണമൊക്കെ ഉറപ്പിച്ചാ? ആടാ, ഞാൻ ലെറ്റർ വാട്സപ്പ് ചെയ്യാം. ബ്രോ ഉറപ്പായിട്ട് പറയാം കേട്ടോ, ഫാമിലി ആയിട്ട് എത്തിക്കോണം. ഉറപ്പായിട്ട് ബ്രോ. പിന്നെ നമ്മള് കുറച്ച് കല്യാണ പർച്ചേസ് ആയിട്ട്. ഓക്കെ ബ്രോ, നടക്കാം. ശരി 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 അപ്പം പറഞ്ഞേ. എന്തിനാ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു? കുറച്ച് ദിവസമായിട്ട് പല പല കാര്യങ്ങൾ എൻ്റെ തലയിൽ കിടന്ന് ഇങ്ങനെ ഓടുന്നുണ്ട്. എനിക്കതൊക്കെ ഇന്ന് ക്ലിയർ ആക്കണം. ഞാൻ ഫോൺ വിളിച്ചെടുക്കുക, എന്താണ് നിനക്ക് കുഴപ്പം? എനിക്ക് അറിവിടാത്തോണ്ട് ചോദിക്കുകയാണ്. നീ അത്രയ്ക്ക് ബിസി ആവാൻ മാത്രം എന്തോന്ന് ചെയ്യണേ? അതോ വേറെ എവനെങ്കിലും നിന്നെ വിളിക്കുന്നുണ്ടാ? ശ്രീ, ഇതൊരു പബ്ലിക് പ്ലേസ് ആണ്, കുറച്ചൊരു ഡീസൻ്റ് ആയിട്ട് ബിഹേവ് ചെയ്യും. ഇയാൾ എന്താ ഉദ്ദേശിക്കണേ? എൻ്റെ ഉദ്ദേശം ഞാൻ നിനക്ക് മനസ്സിലാക്കി തരാം. നിൻ്റെ ഫോൺ ഒരു മീറ്റിംഗ് താ. എന്തിന്? കഴിഞ്ഞ ആഴ്ച നമ്മളോരോരുത്തരെ കണ്ടില്ലേ, ശ്യാമ്. അവൻ്റെ പ്രൊഫൈലൊക്കെ ഞാൻ കയറി നോക്കി. 2013 തൊട്ട് 15 വരെ നിൻ്റെ എല്ലാ പോസ്റ്റിനും ലൈക്കും കമൻറ്റും. അവൻ്റെ ഒലിപ്പിച്ചുകൊണ്ടുള്ള കമൻറ്റ് കണ്ടാൽ അറിയാം നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു സാധാരണ ഫ്രണ്ട്ഷിപ്പ് ഒന്നുമല്ല. ഇതേപോലെ എത്ര പേരുണ്ടേ? ഇതൊക്കെ സീരിയസ് ആയിട്ട് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇതിലൊക്കെ എനിക്ക് കുറച്ച് കുഴപ്പമുണ്ട്. നീ അത്രയ്ക്ക് വലിയ പുണ്യവതിയാണെങ്കിൽ ഞാൻ ഫോൺ വിളിച്ചാൽ എടുക്കാൻ എന്തൊരു കുഴപ്പം? ഞാൻ മനഃപൂർവ്വം എടുക്കാത്ത തന്നെ. എനിക്ക് തന്നെ ഇഷ്ടമല്ല. എന്നെപ്പോലെ ഒരുത്തനെ കെട്ടിയ പിന്നെ വല്ല മെന്റൽ ഹോസ്പിറ്റലിൽ പോയി കിടന്നാൽ മതി. എന്താണ് നീ ശ്രീയും തമ്മിലുള്ള പ്രശ്നം? ഞാൻ അവനെ വിളിക്കണോ? ചേട്ടാ, എനിക്ക് ഈ കല്യാണം വേണ്ട. എനിക്ക് പുള്ളിയായിട്ട് പറ്റത്തില്ല. നിങ്ങളൊക്കെ പുറമെയുള്ള ശ്രീയെ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഒരു ലൈഫ് പാർട്ണറായിട്ട് നോക്കുമ്പോൾ അയാൾ ഭയങ്കര ഡോമിനേറ്റിംഗാ. എന്നെ കുറിച്ചോ എന്റെ ഇഷ്ടങ്ങളെ കുറിച്ചോ ഒന്നും അയാൾക്ക് അറിയണ്ട. കല്യാണത്തിന് മുമ്പേ ഇങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞ പിന്നെ എങ്ങനെയായിരിക്കും? അതുകൊണ്ട് ഫോൺ വിളിച്ചാൽ കൂടി ഞാൻ എടുക്കാറില്ല. അവൻ നിന്നെ കാണാനല്ലേ വിളിച്ചോണ്ടിരിക്കണേ? ഇനി വിളിക്കുമ്പോൾ വരാമെന്ന് പറ. നിനക്ക് ഇതിനുള്ള പണി ഞാൻ തരടാ. ഏത് കാലത്താ ജീവിക്കണേ? വാടി. അതൊക്കെ ശരി തന്നെ, ഒന്നിനും ഒരു കുറവും ഉണ്ടാവരുത്, എല്ലാം കണ്ടറിഞ്ഞ് ചെയ്തോളണം. ഈ വെൽക്കം ഡ്രിങ്ക്സിന്റെ കാര്യം കൂടെ ആ പിന്നെ വെൽക്കം ഡ്രിങ്ക്സ്, ഡെക്കറേഷൻ, ഇതെല്ലാം നോക്കിക്കോണം. എല്ലാത്തിനും എൻ്റെ മോൻ കൂടെ ഉണ്ടാവും. ശരി എന്നാ, ഓക്കെ. എടി, നമ്മളാരും വിളിക്കാൻ വിട്ടുപോയിട്ടൊന്നുമില്ലല്ലോ. ഒന്നുകൂടി നീ ഫൈനലായിട്ട് നോക്കിക്കോ.
അച്ഛാ നമുക്ക് ഈ കല്യാണം വേണ്ട. നീ എന്തൊക്കെയാണ് പറയണേ? ഇത്രയും കാലം അവക്കായിരുന്നു പ്രശ്നം, ഇപ്പൊ നീ അവളുടെ കൂടെ കൂടിയാ? അമ്മ, അവക്ക് ഈ കല്യാണത്തിൽ ഒരു താല്പര്യമില്ലെങ്കിൽ പിന്നെ നിർബന്ധിച്ച് നടത്തുന്നതിൽ എന്താണ് അർത്ഥം? താല്പര്യം ഇല്ലായിരുന്നെങ്കിലേ അത് എൻഗേജ്മെന്റ് നടത്തുന്നതിന് മുമ്പ് പറയണമായിരുന്നു. ഇത് എൻഗേജ്മെന്റ് നടത്തി ലോകത്തിലുള്ളവരെല്ലാം കല്യാണവും വിളിച്ച് ലക്ഷങ്ങൾ പൊടിച്ചതിനായിട്ടാണോ വേണ്ടെന്ന് വെക്കുന്നത്? എടാ, ഇപ്പൊ ഈ കല്യാണം നിന്നുപോയാൽ അവന്റെ അച്ഛന്റെ മുഖത്ത് ഞാൻ ഇങ്ങനെ നോക്കും. നമ്മൾ ഇത്രയും കാലത്തെ ഫ്രണ്ട്ഷിപ്പും ബിസിനസ്സും എല്ലാം ഒറ്റ ദിവസം കൊണ്ട് അവസാനിക്കും. അപ്പൊ കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സ് ആയാലോ? അപ്പോഴും ഇതൊക്കെ തന്നെയല്ലേ സംഭവിക്കുള്ളൂ? അച്ഛാ, ഈ കല്യാണത്തിനുള്ള ചെലവെല്ലാം നടത്തി കണ്ട ആൾക്കാരെ എല്ലാം വിളിച്ച് നമ്മൾ നടത്തണ എന്തിനാണ്? അവൾ സന്തോഷമായിട്ടിരിക്കാനല്ലേ? അവൾക്ക് ഈ ബന്ധത്തിൽ ഒരു സന്തോഷമില്ലേ? പിന്നെ നമ്മളിതെല്ലാം നടത്തുന്നതിൽ എന്താണ് കാര്യം? ശരിയണ്ട, നിങ്ങൾക്ക് വേണ്ടി നോക്കി നോക്കി ഓരോ കാര്യം ചെയ്തിട്ട് ഒരു പ്രയോജനമില്ല. നാട്ടുകാരുടെ മുമ്പിൽ ഞങ്ങൾ നാണം കെട്ടാലും നിങ്ങളുടെ സന്തോഷമാണല്ലോ നിങ്ങൾക്ക് വലുത്. അമ്മ, ഇപ്പൊ ഈ കല്യാണം മുടങ്ങിയ നാട്ടുകാർ പലതും പറയുമായിരിക്കും. പക്ഷെ ഈ കല്യാണം നടന്നു കഴിഞ്ഞാൽ നാളെ എന്നെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾ എന്നെ കരയേണ്ടി വരും. അച്ഛാ, ഇവളിത് ആദ്യം വന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതിയത് ഇവക്ക് മെച്യൂരിറ്റി ഇല്ലാതെ ഓരോന്ന് പറയണമെന്നാണ്. പക്ഷെ ഞാൻ തന്നെ ഇപ്പൊ പറയണം അച്ഛാ, അവനെപ്പോലെ ഒരുത്തൻ്റെ കൂടെ ഒരു പെണ്ണിന് ജീവിക്കാൻ പറ്റൂല. അത് ഞാൻ നേരിട്ട് കണ്ടിട്ടാണ് ഇപ്പോൾ വന്നത്. അച്ഛാ, ഇതിപ്പോ ഈ എൻഗേജ്മെന്റ് വരെ എത്തിയത് നമ്മളെ തെറ്റല്ലല്ലോ. നമ്മളും എല്ലാവരെ പോലെ പയ്യന്റെ കുടുംബവും പഠിപ്പും ഒക്കെ അല്ലേ നോക്കിയുള്ളൂ. അവൻ്റെ അടുത്ത് എന്നും സംസാരിക്കണ ഇവക്ക് മാത്രമേ അവന്റെ ക്യാരക്ടർ എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. അച്ഛൻ അറിയാമോ, ഇന്നവ അവളെ അടിക്കാൻ വേണ്ടിയിട്ട് പബ്ലിക്കായിട്ട് കൈ വാങ്ങി. കല്യാണത്തിന് മുന്നേ ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യണമായി കല്യാണത്തിന് ശേഷം എന്തൊക്കെ ചെയ്യും? ഇതെല്ലാം അറിഞ്ഞു വെച്ചിട്ട് നമ്മളെ കൊച്ചിനെ അവന്റെ കൂടെ തന്നെ ജീവിക്കാൻ വിടണോ അച്ഛാ? അങ്ങളെ, രേവതി വീട്ടിലുണ്ടാ? വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല. എടാ പുന്നാരമോനെ, നീ എന്റെ മോളെ നേരെ കൈ വാങ്ങും അല്ലേ? മേലാൽ അവളെങ്ങാനും വിളിച്ചെന്നറിഞ്ഞാ നിന്റെ വീട്ടിൽ കയറി അടിക്കും. വച്ചിട്ട് പോടാ. എൻഗേജ്മെന്റ് പീരീഡ് എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾക്ക് വിവാഹത്തിന് വേണ്ടി ഇമോഷണലി ഒന്ന് പ്രിപ്പയർ ആവാനും തമ്മി ഒരു ട്രസ്റ്റും ബോണ്ടും ഒക്കെ ബിൽഡ് ചെയ്യാനുള്ളൊരു സമയമാണ്. ചിലർക്ക് ഈ ഒരു ഫേസിൽ ഓപ്പൺ ആയിട്ട് സംസാരിക്കുമ്പോഴായിരിക്കും ഈ ഒരു വ്യക്തി നമുക്ക് പറ്റുന്ന ഒരാളെ അല്ലെന്ന് തന്നെ മനസ്സിലാവുന്നത്. പക്ഷേ എൻഗേജ്മെന്റ് കഴിഞ്ഞതുകൊണ്ട് തന്നെ ഈ കല്യാണം വേണ്ടെന്ന് വെക്കുക എന്ന തീരുമാനം എടുക്കുക അത്ര എളുപ്പമായിരിക്കില്ല. അതുകൊണ്ട് ഈ ഒരു ടൈമിൽ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് ഈ മാരേജ് വേണ്ട എന്നുള്ളതിൻ്റെ പൂർണ്ണമായ ക്ലാരിറ്റി നിങ്ങൾക്കുണ്ടാവണം. ഒരുമിച്ചുള്ള ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യാനോ അഡ്ജസ്റ്റ് ചെയ്യാനോ കഴിയാത്ത ബിഹേവിയറും ക്യാരക്ടറും ഈ വ്യക്തി കാണിക്കുന്നുണ്ടെങ്കിൽ ആ റെഡ് ഫ്ലാഗ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യും. ഈ ചിത്രത്തിൽ തന്നെ തൻ്റെ ഇഷ്ടങ്ങൾക്ക് മാത്രം പ്രയോറിറ്റി കൊടുക്കുന്ന, അത് പാർട്ട്ണറിലേക്ക് ഫോഴ്സ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ കണ്ടത്. അതുമാത്രമല്ല, കരിയർ ചോയ്സിലും വിവാഹത്തിന് ശേഷം എവിടെ സെറ്റിൽ ആവണം എന്നുള്ളതിലും എന്തിന് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കുന്നതിൽ പോലും പുള്ളിയുടെ ഇഷ്ടങ്ങൾ പെൺകുട്ടിയിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ്. ഒരു ബൗണ്ടറിയും മ്യൂച്വൽ റെസ്പെക്റ്റും ഇല്ലാത്ത ഇത്തരം ഡോമിനേറ്റിംഗ് ബിഹേവിയർ തീർച്ചയായും വിവാഹ ജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഇത്തരം സിറ്റുവേഷനിൽ മാതാപിതാക്കളും മക്കളുടെ കൺസേൺസ് വ്യക്തമായി മനസ്സിലാക്കി അവരുടെ ഭാവിക്ക് എന്താണോ നല്ലത് ആ ഒരു തീരുമാനം എടുക്കേണ്ടത് അത്യാവശ്യമാണ്. വിവാഹം ഏറ്റവും ആഡംബരമായിട്ട് എല്ലാവരെയും വിളിച്ച് നടത്തുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ആ രണ്ട് വ്യക്തികൾ ആ റിലേഷൻഷിപ്പിൽ ഹാപ്പിയാണോ എന്ന് ഉറപ്പുവരുന്നത്. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേരുന്നുണ്ട്. താങ്ക് യു. ചില സമയങ്ങളിൽ മെച്യൂരിറ്റി കുറവ് കൊണ്ടും മക്കൾ കല്യാണം വേണമെന്ന് പറയാനുള്ള സാധ്യതയുണ്ട്. അത്തരം സിറ്റുവേഷനിൽ മാതാപിതാക്കളുടെ ശരിയായ ഗൈഡൻസ് അവർക്ക് ആവശ്യമാണ്. അതേസമയം റിലേഷൻഷിപ്പിലെ റെഡ് ഫ്ലാഗുകൾ കണ്ടാൽ ആ വിവാഹം നടത്താതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അത്തരം റെഡ് ഫ്ലാഗുകൾ എന്തെല്ലാമാണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതുകൊണ്ട് മാത്രം ആരും ഒരു തെറ്റായ റിലേഷൻഷിപ്പിലേക്ക് കടക്കാതിരിക്കും. തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. SK Talksന്റെ ഓരോ വീഡിയോസും മിസ് ചെയ്യാതെ കാണാം. SK Talksന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. SK Talksന്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളും ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SK Talksന്റെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു.
ഉയർന്ന നിലവാരമുള്ള നിലക്കടലയാണ് മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ. ഇതേ നല്ലതാണ്.